എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. അറിവ് നേടാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരുപാട് അറിയാനുണ്ട്. ഇപ്പോ ആധുനിക കാലത്ത് അറിവെന്നത് വെരി വെൽ അവൈലബിൾ ആണ്. ജസ്റ്റ് എന്തറിയണം അതൊന്ന് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിന്റെ സെർച്ച് കോളത്തിൽ ഒന്ന് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറിവ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും. ലക്ഷക്കണക്കിന് അറിവിന്റെ സ്രോതസ്സുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അറിവെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. ഈ ആധുനിക കാലത്ത് ആർക്കും എന്തും അറിയാം, എവിടെ നിന്ന് വേണമെങ്കിലും അറിയാം. അതിന് അളവില്ല. ഇത്ര അറിയാവൂ എന്നുള്ള അളവൊന്നുമില്ല. ഇങ്ങനെ ആയിരുന്നില്ല പണ്ട്. ഈ അറിവെന്ന് പറയുന്നത് ശൂദ്രന്റെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അപ്പോ ആ ഒരു കാലത്തു നിന്നാണ് ആർക്കും എന്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറി ചെന്നിട്ടുള്ളത്. അതുകൊണ്ട് അറിവെന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോ ആ കുത്തകയല്ലാത്ത ഈ അറിവ് എന്താണെന്ന് അറിഞ്ഞിട്ടാണോ അറിയാൻ ഒരുങ്ങുന്നത്? എല്ലാവർക്കും അറിയുന്നത് മുഴുവൻ അറിയുന്നുണ്ടോ? ഒരിക്കൽ കൂടെ പറയാം, എല്ലാവർക്കും അവരവർ അറിയുന്നത് മുഴുവൻ അറിയുന്നുണ്ടോ എന്ന ഒരു പരിശോധന ആരും നടത്താറൊന്നുമില്ല. എല്ലാവരും അറിയുന്നു. പണ്ട് ഗുരുകുലങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എല്ലാ നാട്ടിലും. ഇപ്പൊ നമ്മുടെ നാട് എന്ന് പറയുന്ന ഇപ്പൊ ഭാരതം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം ഇപ്പൊ പലരും പറയാറുണ്ട് നമ്മുടെ നാട് വളരെ വിപുലമായ ഒരു സംസ്കാരമുള്ളതായിരുന്നു, വിദേശികൾ വന്നതെല്ലാം കേട്ടു. സത്യമാണ്. വിദേശികൾ ആയ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ അധിനിവേശക്കാരും ഇവിടെ വന്ന് നമ്മുടെ നാടിനെ കേടുവരുത്തിയിട്ടുണ്ട്. ശരിയാണ്. ഇതുപോലെ തന്നെ എല്ലാ നാട്ടിലും അധിനിവേശക്കാർ ചെന്ന് കേടുവരുത്തിയിട്ടുണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നു അവിടുത്തെ ഗ്രാമീണ സംസ്കാരങ്ങൾ. അവിടെയെല്ലാം അറിഞ്ഞവർ അറിയാത്തവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവരവരുടേതായ രീതിയിൽ, അതാത് സംസ്കാരത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവർക്കും എല്ലാം കൊടുക്കുകയും ഒന്നുമില്ല. വേണ്ടവർക്ക് വേണ്ടത് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെയല്ല വേണ്ടത് എന്നാണ് ആധുനിക മതം. എല്ലാവരും എല്ലാം അറിയണം എന്നുള്ളതാണ്. എല്ലാവരും എല്ലാം അറിയണം എന്ന് ഒരു പൊതുവിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള അറിവുകൾ ഗൂഗിളിൽ നിന്നും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നു. യൂട്യൂബ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തിനെ കുറിച്ചും അറിയാം. ഈ അറിയാം, അറിഞ്ഞു, അറിവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ യഥാർത്ഥത്തിൽ നമുക്ക് ഈ അറിവ് എന്ന ആ ഒരു പദത്തെ, അതിന്റെ നൗണാണെങ്കിലും ശരി, വെർബാണെങ്കിലും ശരി, അതിനെ നമുക്ക് അറിയാമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? അറിയാമോ നിങ്ങൾക്ക് അറിവ് എന്നത് എന്താണ്? അറിയൽ എന്നുള്ളത്, ദ പ്രോസസ് ഓഫ് കോഗ്നീഷൻ എന്ന് പറയുന്നത് അറിയാമോ? അതിനുശേഷമാണല്ലോ അത് അറിയാനുള്ള യോഗ്യതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. അറിവ് എന്താ? ഇപ്പൊ നമുക്കിവിടെ ഒരു ഇന്ററാക്ഷനെ പറ്റിയ ഒരു സ്പേസ് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചോദ്യോത്തരയിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. പകരം ഞാൻ ആ ചോദിച്ച ചോദ്യം നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾക്ക് അറിവെന്താണെന്ന് അറിയാമോ? അറിയാമെങ്കിൽ, അറിവെന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ യെസ് എന്നൊന്ന് എഴുതുക, ഒന്ന് ടൈപ്പ് ചെയ്യുക ചാറ്റ് ബോക്സിൽ. അറിവെന്താണെന്ന് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് എഴുതുക. ഇത് നിങ്ങളുടെ സ്വയം പരിശോധനയുടെ റിസൾട്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ അറിയാം. ഓക്കെ, അറിവെന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഈ അറിവെന്ന് പറയുന്നത് അറിയുന്നവരാണ് ഇവിടെ ഉള്ളത്. അറിഞ്ഞു എന്നത് അറിയുന്നതോടുകൂടി അറിവ് എവിടെ പൂർണ്ണമാവുകയാണ്. എന്നുവെച്ചാൽ സത്യത്തില് ഇവിടെ ഒരു സെഷന്റെ ആവശ്യമില്ല. ഇവിടെ ആ ദർശനം മാത്രമാണ് അറിവെന്താന്ന് മനസ്സിലാകാത്തത്. ദർശനോട് മാത്രം സംസാരിച്ചാൽ മതി, ബാക്കിയുള്ളവർക്ക് അറിവെന്താന്ന് അറിയാമല്ലോ. അറിയുന്നതോടുകൂടി അറിവ് പൂർണ്ണമാകുന്നു. അറിയില്ല എന്നതറിയുന്നതോടുകൂടിയാണ് അറിവ്
നമ്മിലേക്ക് വന്നു തുടങ്ങുന്നത്. അറിയൽ എന്തെന്ന് അറിയില്ല എന്ന് അറിയുന്നതോടുകൂടിയാണ് അറിവ് നമ്മിലേക്ക് വന്നു തുടങ്ങുന്നത്. അറിയാം എന്ന അറിവാണ് അറിവിന്റെ അവസാനത്തെ ആ വിരാമം, പൂർണ്ണവിരാമം എന്ന് പറയുന്നത്. എനിക്കറിയാം എന്ന് നമ്മളെപ്പോൾ തിരിച്ചറിയുന്നുവോ, എനിക്കറിയാം എന്നുള്ള ധാരണയിലേക്ക് നാം എപ്പോൾ എത്തുന്നുവോ, അതോടുകൂടി അറിവിന്റെ ഒഴുക്ക് പൂർണ്ണമായി തീരുന്നു. ഇപ്പൊ വീണ്ടും നമ്മുടെ ആദ്യ ചോദ്യം, അറിവെന്നാൽ എന്താണ്? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾക്കറിയാവുന്ന അറിവെന്ന് പറയുന്നതിന് എന്താണെന്ന് ഒരു ഒറ്റ വാക്കിലോ ഒരു 2-3 വാക്കുകളിലോ ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എന്താണ് നിങ്ങൾക്കറിയാവുന്ന അറിവ്? പറയാൻ നിൽക്കണ്ട, ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. തിരിച്ചറിവ്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിവെന്ന് പറയുന്നത് എന്താണ്? വിപിന് മാത്രം മനസ്സിലായിട്ടുള്ളോ? മറ്റുള്ളവർക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? ജ്ഞാനം, അനുരൂപനം, കഴിഞ്ഞോ? അറിവെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ തിരിച്ചറിവ്, ജ്ഞാനം, അനുരൂപനം, ഇൻഫർമേഷൻ എന്നുള്ള പദങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അനുഭവം, ഇതിന്റെ വള്ളിയും പുള്ളിയും തിരിച്ച് വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യം എന്താന്ന് മനസ്സിലാവുക കേട്ടോ. ഓക്കെ, അപ്പോ വേദം ആണ് അറിവെന്ന് പറയുന്നു. ജ്ഞാനേന്ദ്രിയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഭവമാണ് എന്ന് പറയുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇനി വരുന്ന അത് വന്നോട്ടെ. ഇനി കൂടുതൽ ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നോട്ടെ. അപ്പൊ ഞാൻ അറിവെന്തെന്നുള്ള പ്രകൃതി തത്വശാസ്ത്രത്തിന്റെ, പ്രകൃത്യാത്മീയതയുടെ, പ്രകൃതി മനഃശാസ്ത്രത്തിന്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അറിവ് എന്നത് എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാൻ നമുക്ക്. എന്നിട്ടാണ് അറിവിന്റെ യോഗ്യതയെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാൻ കഴിയും. ഞാനൊരു കാര്യത്തെ അറിഞ്ഞു. ഞാൻ എന്റെ വീടിന്റെ മുൻപിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു കല്ല് കിടക്കുന്നു, ഒരു കരിങ്കല്ല്, കൂർത്ത ഒരു കരിങ്കല്ല്, വലിയൊരു കരിങ്കല്ല് അവിടെ കിടക്കുന്നു. അപ്പോ ഈ കരിങ്കല്ല് കിടക്കുന്നു എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത് ഞാൻ ആ കരിങ്കല്ലിൽ തട്ടാതെ, എന്റെ കാല് കരിങ്കല്ലിൽ മുട്ടിക്കാതെ ഞാൻ അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോ കരിങ്കല്ല് അവിടെ ഉണ്ട് എന്നതിന്റെ അറിവ് എന്നിലേക്ക് വരുമ്പോ ഞാൻ എന്റെ കാലിനെ കരിങ്കല്ലിൽ തട്ടിക്കാതെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കരിങ്കല്ലുള്ളത് കൊണ്ട് അത് ഉയർന്നാണ് നിൽക്കുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ കാല് വെക്കുന്ന പോലെ താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാല് ചിലപ്പോൾ ഒന്ന് തട്ടിയെന്ന് വരും. അപ്പോ അതിൽ തട്ടിക്കാതെ ഞാൻ അവിടേക്ക് കൊണ്ടെത്തിക്കണം. അപ്പോ ഞാൻ കരിങ്കല്ലിന്റെ വണ്ണത്തിനനുസരിച്ച്, ഉയരത്തിനനുസരിച്ച് ഞാൻ എന്റെ കാലിനെ പൊക്കി വെക്കണം. ഇനി അതല്ല, കരിങ്കല്ലില്ല, അവിടെ ഒരു കുഴിയാണ്, പുതിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴിയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് എന്റെ കാലിനെ കുറച്ചുകൂടെ താഴത്തേക്ക് ഇറക്കി വെക്കണം. അപ്പോ ഈ കരിങ്കല്ല് വന്നപ്പോൾ ഉണ്ടായ ഉയർച്ചയോ അല്ലെങ്കിൽ കുഴി വന്നപ്പോൾ ഉണ്ടായ താഴ്ചയോ അനുസരിച്ച് ഞാൻ എന്റെ പ്രവർത്തനത്തെ മാറ്റേണ്ടതുണ്ട്. അപ്പോഴാണ് എനിക്ക് തട്ടലും മുട്ടലും ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയുക. അല്ലെങ്കിൽ ഒന്നുകിൽ കാലിൽ പരിക്ക് പറ്റും, കരിങ്കല്ലിൽ തട്ടി പരിക്ക് പറ്റും, അല്ലെങ്കിൽ കുഴിയിൽ വീണപ്പോൾ കാൽ ഉളുക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ എന്റെ പരിസരം ഉണ്ടല്ലോ, ആ പരിസരത്തോട് പൊരുത്തമാകേണ്ടതുണ്ട്. ഞാൻ അവിടെ എന്താണ് ഉള്ളതെന്നുള്ളത് ഞാൻ അറിഞ്ഞ് പൊരുത്തമാകേണ്ടതുണ്ട്. അവിടെ എന്താണെന്നുള്ളത് എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? എന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി, എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട് അറിയുന്നു. കണ്ടറിയുമ്പോൾ ഞാൻ അതിനനുസരിച്ച് എന്റെ കാഴ്ച ശരിയാണെങ്കിൽ, എന്റെ കാഴ്ച കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ, ആ കല്ല് അല്ലെങ്കിൽ കുഴി കണ്ടു കഴിഞ്ഞാൽ ആ കുഴിക്കനുസരിച്ച് കാല് പൊക്കുകയോ താഴ്ത്തുകയോ ചെയ്തുകൊണ്ട് ഞാൻ അതിനോട് പൊരുത്തപ്പെടും. അപ്പോ കണ്ടു എന്ന ഒരു വസ്തുത അവിടെയുണ്ട്. കണ്ടതിനനുസരിച്ച് ഞാൻ പൊരുത്തപ്പെടുന്നു. കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ? അപ്പൊ ഈ കണ്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പൊ കണ്ടു എന്നൊരു വസ്തുതയുണ്ട്. കണ്ടത് വെച്ചിട്ട് ഞാൻ ആ കല്ലിനോട് അല്ലെങ്കിൽ കുഴിയോട്, അവിടെ വന്ന ആ പരിസ്ഥിതിയിൽ വന്ന ആ മാറ്റത്തോട് ഞാൻ പൊരുത്തമാകേണ്ടതുണ്ട്. പൊരുത്തം എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഒരു വാക്കാണ്
അനുരൂപനം. അനു എന്ന് വെച്ചാൽ അതിനെ തുടരുന്നത്. രൂപനം, അവിടെ ഉണ്ടായ ഒരു രൂപമുണ്ടല്ലോ, കല്ലിന്റെ ഉയർച്ച അല്ലെങ്കിൽ കുഴിയുടെ താഴ്ച, അവിടെ ഉണ്ടായ ഒരു രൂപമുണ്ടല്ലോ, ആ രൂപത്തിനോട് തുടർന്നു പോകുന്ന ഒരവസ്ഥ. അനുരൂപനം, പൊരുത്തമാകുന്ന ഒരവസ്ഥ. ആ പൊരുത്തമാകാനുള്ള എന്നിലുള്ള ശേഷി, പൊരുത്തമാകാൻ പാകത്തിൽ ഞാൻ ആർജിച്ച, എനിക്ക് കൈവന്ന ശേഷി, അതാണ് അറിവ് എന്ന് പറയുന്നത്. കല്ലവിടെ ഉണ്ട്, അല്ലെങ്കിൽ കുഴി അവിടെ ഉണ്ട്, കല്ലോ കുഴിയോ, അവിടെ എന്റെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായ സ്റ്റെപ്പിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിനോട് പൊരുത്തമാകാനുള്ള എന്റെ ഉള്ളിലെ ശേഷിയാണ്, അനുരൂപന ശേഷിയാണ്, അല്ലെങ്കിൽ അനുരൂപനമാണ് എന്നിലെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ കാര്യം അതോടെ രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമായില്ല എന്നുണ്ടെങ്കിലും അതൊന്ന് രേഖപ്പെടുത്തുക. അപ്പോ കല്ല് അല്ലെങ്കിൽ കുഴി അല്ലെങ്കിൽ അവിടെ മുറ്റത്തുണ്ടായ ഒരു മാറ്റം, ആ മാറ്റത്തെ ഞാൻ അറിയുമ്പോഴാണ് അതിനനുസരിച്ച് എനിക്ക് മാറ്റമുണ്ടായി എന്റെ ശരീരത്തിൽ പരിക്കില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റുക. അപ്പോ എന്റെ പരിസരവുമായി ഞാൻ പൊരുത്തമാകുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ മുള്ളുള്ള ഒരു ഇടം കണ്ടു കഴിഞ്ഞാൽ ആ മുള്ളിന്റെ ഇടയ്ക്കൂടെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ നിൽക്കില്ല, കാരണം മുള്ള അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മുള്ളിന്റെ ഇടയ്ക്കൂടെ അപ്പുറത്ത് പോയി എന്റെ ശരീരം മുഴുവൻ കീറി പറഞ്ഞു പോകും. അതുകൊണ്ട് മുള്ളില്ലാത്ത ഇടത്തുകൂടെ നടക്കാൻ എനിക്ക് തോന്നും, അല്ലെങ്കിൽ മുള്ളില്ലാത്ത ഇടത്തുകൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ എനിക്ക് തോന്നും. ഇത് അടിസ്ഥാനപരമായ എന്റെ സുരക്ഷയുടെ ഭാഗമായി എന്റെ ശരീരത്തിൽ ഉണ്ടായ പൊരുത്തങ്ങളാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. മുള്ളുണ്ടെന്ന് ഞാൻ കാണുന്നു, മുള്ളു കണ്ടു കഴിഞ്ഞാൽ മുള്ളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, മുള്ള് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുള്ള് എന്റെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ പോറുമെന്നും ചോര വരുമെന്നും ഞാൻ അറിയുന്നു. ഈ അറിവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ മുള്ളു കൊണ്ടുമ്പോ ചോരയും വേദനയും ഒക്കെ വന്ന അനുഭവം എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഓർമ്മകളെ എടുത്തുകൊണ്ട് ഇപ്പോൾ മുള്ളു കാണുന്ന സമയത്ത് ആ മുള്ളിനനുസരിച്ച് കൊള്ളിക്കാതെ ഞാൻ അപ്പുറത്തേക്ക് മാറിപ്പോകുന്ന, പൊരുത്തമാകുന്ന, അനുരൂപപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയാണ് അടിസ്ഥാനപരമായി ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത്. അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിൽ പറഞ്ഞാൽ പൊരുത്തമാകാൻ ഉള്ള ശേഷിയാണ് ജ്ഞാനം എന്ന് പറയാം. ശേഷി എന്നുള്ളതിനേക്കാളും കൂടുതൽ പൊരുത്തമാകാൻ ഉള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ പൊരുത്തമാകൽ എന്ന മിനിമം അത്രയെങ്കിലും എടുക്കുക. പൊരുത്തമാകലാണ്, പൊരുത്തപ്പെടലാണ് ജ്ഞാനം എന്ന് പറയുന്നത്. പരിസരത്തോടുള്ള പൊരുത്തപ്പെടൽ, അല്ലെങ്കിലോ എന്താണോ അതിനോടുള്ള പൊരുത്തപ്പെടൽ, ഞാൻ എന്നോടുള്ള പൊരുത്തപ്പെടൽ, ഞാൻ എന്റെ പരിസ്ഥിതിയോടുള്ള പൊരുത്തപ്പെടൽ, എന്റെ മുന്നിലുള്ള ഒരു വസ്തുവിനോടുള്ള പൊരുത്തപ്പെടൽ, ഒരു യാഥാർത്ഥ്യത്തോടുള്ള പൊരുത്തപ്പെടൽ. ഈ പൊരുത്തപ്പെടലാണ് ഞാൻ. പൊരുത്തപ്പെടലാണോ ജ്ഞാനം ചോദിച്ചാൽ, ഈ പൊരുത്തപ്പെടലിന് വേണ്ടി എന്റെ ഉള്ളിലുണ്ടായ മാറ്റം, ഞാൻ കൈവരിച്ച ആ ഒരു അവസ്ഥ എന്നുള്ളതൊക്കെ. ആർക്കാണ് പൊരുത്തപ്പെടാൻ പറ്റുക? കൊച്ചുകുട്ടിക്ക് ഈ ഒരു കല്ല് പൊങ്ങി നിൽക്കുന്നത് കണ്ടാൽ അത് പൊങ്ങി നിൽക്കുകയാണ്, അതുകൊണ്ട് എന്റെ കാല് അതിനനുസരിച്ച് വയ്ക്കണമെന്ന് അറിയില്ല. കാരണം അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അത്തരം ഓർമ്മയില്ല. അത് മാത്രമോ, ചിലപ്പോ കയ്യോ കാലോ അതിനനുസരിച്ച് പൊക്കി വയ്ക്കാൻ ഉള്ള ശേഷി ആർജിച്ചിട്ടില്ല. അപ്പോഴോ ആ കുഞ്ഞ് അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അനുഭവത്തിലൂടെ ഇതെല്ലാം ആർജിച്ചിട്ടുണ്ട്. എങ്കിലോ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് പല അനുഭവങ്ങൾ ഉണ്ടായി, പല ഓർമ്മകൾ ഉണ്ടായി, പല അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ സിദ്ധിക്കുന്ന ശേഷി, ഇവയെല്ലാം ആർജിച്ചു വെക്കുന്ന സമയത്ത് കുഞ്ഞ് അല്ലെങ്കിൽ ആ വളർന്നു വന്ന വ്യക്തി അത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പൊ ഇതാണ് അറിവെന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്നത് അനുരൂപനമാണ്. ഈ അറിവെന്ന് പറയുന്നതിന് പല തലങ്ങളുണ്ട്. ഇപ്പോ ഭക്ഷണം എന്റെ കയ്യിലെടുത്ത് ഞാൻ വായിലേക്ക് വെക്കുന്നു. ഭക്ഷണം ഞാൻ വായിലേക്ക് വെക്കുന്ന സമയത്ത് വായ തുറക്കും. ഭക്ഷണം എന്റെ ശരീരത്തിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണിത്. അതിനനുസരിച്ച് വായ ഇങ്ങനെ തുറക്കുന്നു, അതിനനുസരിച്ച് അവിടെ പല്ലും നാവും ഒക്കെ കൂടെ അതിനൊരു പരുവപ്പെടുത്തുന്നു. അതിനുശേഷം തൊണ്ടയിലൂടെ അകത്തേക്ക് പോയി ഈസോഫേഗസിലൂടെ അകത്തേക്ക് ചെന്ന് സ്റ്റൊമക്കിലൂടെ ചെന്ന് പിന്നെ ചില പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് പതുക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൂടെ പോയി ലാർജ് ഇൻറ്റസ്റ്റൈനിലൂടെ പോയി അതിനിടയിൽ ഇതിന്റെ കുറച്ച് എക്സ്ട്രാക്ട്സ് ഒക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കയറി ഇറങ്ങി അപ്പുറത്തൂടെ പോകുന്ന രീതിയിൽ ഒരു ഘടന എനിക്കുണ്ട്. ഈ ഘടനയുള്ള ഞാൻ ജനിച്ചു വീണ സമയത്ത് ജനിച്ചു വീണ ഉടനെ
കോഴി ബിരിയാണി തന്നിട്ടുണ്ടെങ്കിൽ അപ്പം മരിച്ചു. കാരണം കോഴി ബിരിയാണിയുമായിട്ട് ഞാൻ പൊരുത്തത്തിലായിട്ടില്ല, കോഴി ബിരിയാണിയും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. നമ്മളിവിടെ ദിവ്യ ഭക്ഷണമായിട്ട് കരുതുന്ന വെളുത്ത അരി കൊണ്ടുള്ള ചോറ് അല്ലെങ്കിൽ കഞ്ഞി ജനിച്ചു വീണ ഒരു കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കും ഇല്ല, ഉടനെ തന്നെ അത് മരിച്ചുപോയി എന്ന് വരും അത് കൊടുത്താൽ. അപ്പോ എന്റെ വായ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഭക്ഷണം വരുന്ന സമയത്ത് അത് കടത്തിക്കൊണ്ടു പോകുവാൻ പാകത്തിൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ജനിച്ചു വീണ കുട്ടി ആദ്യം തേടുന്നത് അമ്മയുടെ മാറിടമായിരിക്കും, അവിടെ നിന്ന് കിട്ടുന്ന പാലായിരിക്കും. ഈ പാല് സ്വീകരിക്കാൻ പാകത്തിൽ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഒരു കീറുണ്ട്. അതാണ് ജന്മസിദ്ധമായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം എന്നുള്ളതിന് പല തലങ്ങൾ കേട്ടോ, അതിന്റെ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. തൽക്കാലത്തേക്ക് എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചാണ് ഞാൻ പറയുന്നത്, കാരണം നമുക്ക് സമയം വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോ പാല് കുടിക്കാൻ പാകത്തിലുള്ള ഒരു ശരീരഘടന ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് ഞാൻ. അതുകൊണ്ട് ജനിച്ചു വീണ് കഴിഞ്ഞാൽ പാല് കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തുറവി അല്ലെങ്കിൽ ഓപ്പണിംഗ് എന്റെ ഉള്ളിലുണ്ട്. ഇത് ജന്മസിദ്ധമാണ്. അപ്പോ ജന്മസിദ്ധമായുള്ളതാണ് എന്റെ ശരീരഘടന. അപ്പൊ ജന്മസിദ്ധമായ ശേഷി, ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് ജ്ഞാനം എന്ന് പറഞ്ഞു. ആ ശേഷി ആർജിക്കലാണ്. ഇതോ ആർജിച്ചതല്ല, ജനിക്കുമ്പോ തന്നെ കിട്ടിയതാ. അമ്മയുടെ മാരണത്തിലേക്ക് വായ ചേർത്ത് വെക്കാൻ പാകത്തിൽ ജന്മസിദ്ധമായി കിട്ടിയതാണ് ഈ വായ എന്നുള്ളത്. ഇത് കഴിച്ച് പ്രോസസ് എല്ലാം കഴിഞ്ഞ അപ്പുറത്തേക്ക് മുമ്പോ വിസർജിക്കാനും ഒക്കെയുള്ള ദ്വാരങ്ങളുമെല്ലാം ജന്മസിദ്ധമായി കിട്ടിയതാണ്. ഇത് പുതുതായിട്ടൊന്നും ആർജിക്കേണ്ട കാര്യമല്ല, അത് ജന്മസിദ്ധമാണ്. അതാണ് സഹജമായിട്ടുള്ളത്. അപ്പോ ഈ പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് ജ്ഞാനമെങ്കിൽ ഈ വായ അതുപോലെ മലദ്വാരം തുടങ്ങിയ ശരീര അവയവങ്ങളും ശരീരഘടനയും ഉണ്ടല്ലോ, ഇതാണ് സഹജമായിട്ടുള്ളത്. ഇത് തന്നെയാണ് അടുത്ത പ്രാവശ്യം ഞാൻ 80ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്ത് വായിലേക്ക് വെക്കുന്ന അല്ലെ ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് എന്റെ അതേ വായ തന്നെയാണ് തുറക്കുക. അതേ ശരീരഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്, അതേ വഴി കൂടെയാണ് വിസർജിക്കുക. ഇതെല്ലാം സംഭവിക്കുന്നത് 80ാമത്തെ വയസ്സിലും ഇതേ സംഭവങ്ങളോട് കൂടി തന്നെയാണ്. കാരണം സഹജമായിട്ടുള്ള ഇത് ഏത് കാലത്തും ഒരുപോലെ തന്നെ പ്രവർത്തിക്കും. അപ്പോ സഹജമായിട്ടുള്ള ആ ഒന്നാണ് ഇത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു, കുഞ്ഞിന് ആ പാല് കുടിക്കേണ്ട സമയത്ത് നമ്മൾ കഞ്ഞിയാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് ചിലപ്പോ മരിച്ചുപോയി എന്ന് വരും. അപ്പൊ ആദ്യം കുറച്ച് നാള് പാല് കുടിക്കുന്നു, അതിനുശേഷം പതുക്കെ പതുക്കെ ചെറിയ കുറുക്ക് ധാന്യപ്പൊടികളൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു കുറുക്ക് നമ്മൾ പതുക്കെ കുഞ്ഞിന്റെ നാവി തേച്ചു കൊടുക്കുന്നു. കുഞ്ഞ് പതുക്കെ പതുക്കെ അതൊക്കെ കഴിച്ച് ശീലിച്ച് ആ പുതിയ സാധനത്തോട് പൊരുത്തപ്പെടും. അപ്പോ ജന്മസിദ്ധമായി കിട്ടിയ ആ വായയുടെ കീറുണ്ടല്ലോ, ആ കീറല്ല പ്രവർത്തനപരമായിട്ട് എന്റെ ദഹനേന്ദ്രിയ വ്യൂഹം നടത്തുന്നത്. അത് ആ പുതിയ അവസ്ഥയോട്, കഞ്ഞി എന്നുള്ള പുതിയ അവസ്ഥയോട്, ധാന്യക്കൂട്ടെന്നുള്ള പുതിയ അവസ്ഥയോട് പൊരുത്തമാകാനായിട്ട് ഒരു എക്സസൈസിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മൾ കഞ്ഞി കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ കഞ്ഞി കൊടുക്കുക എന്നുള്ളത് ഒരു ശിക്ഷണമാണ്, പഠിപ്പിക്കലാണ്. അപ്പോ ആദ്യം ഉണ്ടായ ആ ജന്മസിദ്ധമായിട്ടുള്ളത് സഹജമായിട്ടുള്ള ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ അവബോധം എന്ന് പറയുന്നതിനെയാണ് സഹജാവബോധം എന്ന് പറയുന്നതെങ്കിൽ, ഇവിടെ കഞ്ഞി കുടിച്ചപ്പോൾ നമ്മൾ ആർജിച്ച ആ ഒന്നുണ്ടല്ലോ, പരിശീലിച്ചത്, ശിക്ഷണം കൊണ്ട് നേടിയത്, അതാണ് ശിക്ഷിത അവബോധം എന്നുള്ളത്. അതുകൊണ്ടാണ് 80ാമത്തെ വയസ്സിൽ കഞ്ഞി കുടിച്ചപ്പോഴും ഈ വായക്കീറിലൂടെ അകത്തേക്ക് പോയപ്പോഴും കഞ്ഞി കുടിച്ചിട്ടും മരിക്കാത്തത്. എന്തുകൊണ്ടാ? ശിക്ഷണം കൊണ്ട് നേടിയതാണ്, ശിക്ഷണം കൊണ്ട് പൊരുത്തമായതാണ്. ശിക്ഷണം കൊണ്ട് പൊരുത്തമായ ആ അവസ്ഥ, പൊരുത്തമാകലാണ് ജ്ഞാനം. അപ്പൊ പൊരുത്തമാകൽ എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ശിക്ഷണം അല്ലെങ്കിൽ പരിശീലനം കൊണ്ട് ആണ് ഗുണമുണ്ടായത്. അപ്പോ ജന്മസിദ്ധമായ അവബോധം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഉണ്ടായതെങ്കിൽ, ജനിച്ചപ്പോ കിട്ടിയതെങ്കിൽ, അതിനുശേഷം നമ്മൾ ആർജിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശിക്ഷണം കൊണ്ട് ആർജിക്കുന്ന അവബോധം. അതാണ് ശിക്ഷിതാവബോധം എന്ന് പറയുന്നത്. ശിക്ഷിതാവബോധം. അപ്പോ ജന്മസിദ്ധമായ സഹജാവബോധം, രണ്ടാമത്തത് ശിക്ഷിതാവബോധം. അപ്പൊ ശിക്ഷണം കൊണ്ട് നമ്മൾ നേടി. അപ്പോ കഞ്ഞി കുടിക്കുമ്പോ ചൂടായിട്ട് കിട്ടിയാൽ നമ്മൾ ഊതി കുടിക്കും. കഞ്ഞി കിട്ടിയാൽ നമ്മൾ ഊതി കുടിക്കുക എന്നുള്ളത് ശിക്ഷണം കൊണ്ട് നേടിയതാണ്. അപ്പൊ കഞ്ഞി കിട്ടിയാൽ ഉടനെ വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വായ പൊള്ളുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഞ്ഞി കിട്ടിയാൽ ഉടനെ വായിലേക്ക് വെക്കാൻ പാടില്ല
എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഈ ശിക്ഷണത്തിനിടയിൽ എപ്പോഴോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചൂടുള്ള ഒരു വസ്തു വരികയാണെങ്കിൽ ഉടനെ എടുത്ത് വായിൽ വെക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. നമ്മൾ കഞ്ഞിയെ തൊട്ടില്ല, കഞ്ഞി എടുത്ത് വായിൽ വെച്ചില്ല, കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ കഞ്ഞി എടുത്ത് വായിൽ വെക്കുന്നില്ല. അല്ലെങ്കിൽ രുചികരമായ ഒരു വസ്തു മുമ്പിലേക്ക് വന്നു, അത് ഭക്ഷ്യവസ്തുവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് കാണുമ്പോൾ എടുത്ത് വായിൽ വെക്കുന്നു. ഞാനത് കണ്ട് അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. അതിന് കാരണം എന്താ? ഇതിനു മുമ്പ് ഞാൻ അത്തരം അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിനു മുമ്പ് അത്തരം അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഭവിക്കുന്നത് എന്താണ്? അതാണ് സംഭവം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറയുന്നത് സംഭവിച്ചതിനെ തുടർന്ന് എന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാനൊരു കടൽ തീരത്തുകൂടെ നടക്കുകയാണെങ്കിൽ നടന്നു എന്നുള്ളതാണ് സംഭവം. കടലിൽ ഉണ്ടാവുന്നത് എന്താണ്? നടക്കുന്ന സമയത്ത് എന്റെ കാൽ മണലിൽ ആഴ്ന്നു പോകുന്നു, ഒരു കാലടിപ്പാട് അവിടെ വന്നു എന്നുള്ളതാണ് അനുഭവം. സംഭവിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന അനുഭവം, അതാണ് സ്മൃതി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോ ഒരിക്കൽ നടന്നപ്പോൾ കാലമർന്നു പോയി, അത് ഒരു സ്മൃതിയായിട്ട് അവിടെ നിൽക്കുന്നു. ഇതുപോലെ കുറെ കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാൽപ്പാടുകൾ, തിരമാലകൾ വന്ന് മായ്ച്ചിട്ടുണ്ട്. ഇതുപോലെ ആവർത്തിച്ച് സംഭവിക്കുന്ന സമയത്ത് ഇതിങ്ങനെയാണ് സംഭവിക്കുക എന്ന ഉറച്ച ഒരു മനോചിത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഇങ്ങനെയാണ് സംഭവിക്കുക എന്ന മനോചിത്രം നമ്മൾ അങ്ങനെ ധരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പൊ ചൂടുള്ള കഞ്ഞി വായിലേക്ക് ഒഴിച്ചാൽ വായ പൊള്ളും എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ചൂടുള്ളത് വായിലേക്ക് കയറിയാൽ നാവ് പൊള്ളും എന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോ ഇത് അനുഭവിച്ചതിന്റെ ഓർമ്മയാണ്. അനുഭവിച്ചതിന്റെ ഓർമ്മയായതുകൊണ്ട് അതിനെ നമ്മൾ ധരിച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അനുഭവിക്കുന്നില്ല, അനുഭവിച്ചതിന്റെ ഓർമ്മയേ ഉള്ളൂ, ഇപ്പോൾ അനുഭവിക്കുന്നില്ല. ഇപ്പോൾ അനുഭവിക്കാത്തതും എന്നാൽ അനുഭവിച്ചതിന്റെ ഓർമ്മയായിട്ട് നിൽക്കുന്നതിനെയാണ് ധാരണ എന്ന് പറയുക. ധാരണ, അവബോധം. അപ്പൊ ജനിക്കുമ്പോ കിട്ടിയ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, സഹജ അവബോധം. രണ്ടാമത്തേത് ഞാൻ ശീലിച്ച് ശിക്ഷണം കൊണ്ട് നേടിയത്, അതാണ് ശിക്ഷിതാവബോധം. മൂന്നാമതുണ്ടാകുന്നത് ശിക്ഷണം കൊണ്ട് നേടിയതല്ല, ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഈ വസ്തു എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്, അതാണ് ധാരണാവബോധം. അത് അനുഭവത്തിന്റെ ഓർമ്മയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ധാരണാവബോധം. ഇനിയോ, നിങ്ങൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോ കൊണ്ടുവരാൻ പോകുന്നത് കഞ്ഞിയാണ്. അതുകൊണ്ട് അത് ഉടനെ എടുത്ത് കഴിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോ ഈ ധാരണ നമുക്കുണ്ട്, കഞ്ഞി ചൂടുള്ളതാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് കഞ്ഞി എടുത്ത പാടെ വായിലേക്ക് ഒഴിക്കില്ല. പക്ഷെ കഞ്ഞി കുടിക്കണമെങ്കിൽ അത് കൈകൊണ്ട് നമുക്ക് എടുത്ത് കഴിക്കാൻ കഴിയില്ല, ചൂടുള്ളതാണല്ലോ. അപ്പോ കഞ്ഞി വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ, കഞ്ഞി ചൂടുള്ളതാണെന്നുള്ള വിശ്വാസത്തിൽ നിന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, വെറുതെ എന്റെ കൈ പൊള്ളിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ ഒരു സ്പൂണ് വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. കഞ്ഞി കൊണ്ടുവരുന്നുണ്ട്, അതിന് ചൂടുണ്ട്, ചൂടുള്ള കഞ്ഞി കുടിക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് എനിക്കൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം അനുസരിച്ച് സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചാൽ എന്റെ കൈ പൊള്ളില്ല. 2 പ്രാവശ്യം ഊതിയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആ ചൂട് എനിക്ക് കുറയ്ക്കാൻ കഴിയും. അതിനനുസരിച്ച് എനിക്ക് പതുക്കെ വായിലേക്ക് ഒഴിക്കാൻ കഴിയും എന്ന് എനിക്ക് അറിയാം, എനിക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ സ്പൂണ് കൊണ്ട് ഇതെടുത്ത് വായിലേക്ക് വെക്കുന്ന കാര്യം ഞാൻ ഭാവന ചെയ്യുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പോയി സ്പൂൺ എടുത്ത് കൈവശം സൂക്ഷിക്കാൻ കഴിയും. അപ്പോ വരുന്ന കഞ്ഞിയുടെ ചൂട് എന്നുള്ളതിനെ ഭാവന ചെയ്യുമ്പോൾ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, ഭാവിയിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എന്റെ ഭാവനയിൽ അറിയുന്നു. യഥാർത്ഥത്തിൽ അതുണ്ടോ? കഞ്ഞി വന്നിട്ടുണ്ടോ? ഇല്ല, കഞ്ഞി വരാൻ പോകുന്നേ ഉള്ളൂ. വരാൻ പോകുന്ന ഒരു കഞ്ഞിയെ കുറിച്ച് ഞാൻ ഇപ്പോഴേ അറിഞ്ഞു വെക്കുക. അത് ചൂടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞു വെക്കുകയാണ്. ചൂടുള്ളത് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിന് പാകത്തിൽ ഒരു സ്പൂണ് വേണം. ഈ സ്പൂണ് വേണം എന്നുള്ള കാര്യം ഞാൻ ഭാവന ചെയ്യുകയാണ്. ഈ ഭാവനയിൽ ഞാൻ അതിന് തയ്യാറെടുക്കുന്നതിനെയാണ് ഭാവനാവബോധം എന്ന് പറയുന്നത്. അപ്പോ ആദ്യം മുതൽ ഒന്നുകൂടെ വരാം. ജനിക്കുമ്പോൾ കിട്ടിയത് സഹജാവബോധം, ജനിച്ചതിന് ശേഷം ശീലിച്ച് സ്വന്തമാക്കിയത് ശിക്ഷിതാവബോധം, ആ ശീലം കൊണ്ട് നാം ഓർമ്മയിൽ സൂക്ഷിച്ച കാര്യം വെച്ച് നാം ധരിച്ചു വെച്ചിട്ടുള്ളത് ധാരണാവബോധം. ധരിച്ചു വെച്ച കാര്യങ്ങൾക്കനുസരിച്ച് ഇനി വരാൻ പോകുന്ന കാര്യത്തെ വിശകലനം ചെയ്യാനുള്ള ഭാവന, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് വേണ്ടത് എന്താണോ ചെയ്യേണ്ടുന്നത്, ഇത് ഭാവനാവബോധം.
ഇനിയോ നിങ്ങളോട് എന്താ പറഞ്ഞത്? കഞ്ഞി വരുന്നുണ്ട്, ചൂടുള്ള കഞ്ഞിയാണ്. ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളാണ് കഞ്ഞി കുടിക്കാതിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ കഞ്ഞി ചൂട് വരുന്നുണ്ട്, ഞാൻ കൊണ്ടുവരും, ഈ മേശപ്പുറത്ത് വയ്ക്കും, അവിടെ ഇരുന്നോളൂ എന്ന നിങ്ങളിലേക്ക് ആ കുറച്ച് ആശയങ്ങൾ, കുറച്ച് ഇൻഫർമേഷൻ, നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ആ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഞാനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ണും ചെവിയും നിങ്ങളുടെ ഓർമ്മയും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. എന്തിനെയാണ് സ്വീകരിക്കുന്നത്? കഞ്ഞി വരാൻ പോകുന്നുണ്ട് എന്ന ഇൻഫർമേഷൻ, സ്ഥിതി വിവരം, സ്ഥിതിയെക്കുറിച്ചുള്ള വിവരം, ഇൻഫർമേഷൻ, ഡേറ്റ, സംജ്ഞ, അതിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. എങ്ങനെ സ്വീകരിക്കുന്നു? എന്റെ പ്രേരണയിലൂടെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന പ്രേരണയിലൂടെ നിങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് പ്രേരാവബോധം എന്ന് പറയുന്നത്. അപ്പോ ജനിക്കുമ്പോൾ കിട്ടിയത് സഹജാവബോധം, ജനിച്ചതിന് ശേഷം നമ്മൾ ശീലിച്ചത് ശിക്ഷിതാവബോധം, ആ ശീലത്താൽ നമ്മൾ ധരിച്ചു വെച്ചത് നമ്മുടെ വിശ്വാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഓർമ്മകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ധാരണാവബോധം, ആ ധാരണയെ ആധാരമാക്കി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിരൂപണം ഭാവനയിൽ കടന്നതാണ് ഭാവനാവബോധം. ഈ ഭാവനയെ നമ്മുടെ ഉള്ളിൽ ഉദ്ദീപിപ്പിക്കുന്ന, ആ ഭാവനയെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് കിട്ടുന്ന സൂചനകൾ, സംജ്ഞകൾ, ഇതാണ് പ്രേരാവബോധം എന്ന് പറയുന്നത്. ഇങ്ങനെ 5 തരം അവബോധങ്ങളായിട്ടാണ് അക്കോർഡിംഗ് ടു ഇക്കോ സ്പിരിച്വാലിറ്റി അറിവ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു സമീപനത്തിലൂടെ പോകുമ്പോൾ വേറെ ഒരു വ്യാഖ്യാനത്തിലൂടെ ഒക്കെ കടന്നു പോകാൻ പറ്റുമായിരിക്കും. അക്കോർഡിംഗ് ടു ഇക്കോ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡീപ് ഇക്കോളജി, ഇതാണ് അറിവെന്ന് പറയുന്നത്. അപ്പൊ ഈ അറിവ് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അറിവെന്ന് പറയുന്ന ഈ ഒരു സംവിധാനം, അറിവിന്റെ പല തലങ്ങളാണ്. അവബോധം എന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു. അവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോധമുണ്ടല്ലോ, ഞാനൊരു കാര്യത്തെ അറിയുന്നു. ബോധത്തിന്റെ മുഴുവനായിട്ടുള്ള നിർവചനം തരാനുള്ള സ്പേസ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കയറുന്നില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്റെ ഈ ക്യാമറയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? എന്നെ ഈ സ്ക്രീനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ വലത് പെരുവിരലിലേക്ക് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ നോട്ടം ഇവിടേക്ക് തന്നെ ഇരിക്കട്ടെ. വലത്തെ കാലിലെ പെരുവിരലിന്റെ തുമ്പത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ചോ? അവിടെ ഒരു ചൊറിച്ചിലുള്ളതായിട്ട് തോന്നുന്നു. അപ്പോ ഞാനിപ്പോ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ തള്ളവിരലിന്റെ അവിടേക്ക് പോയി. അവിടേക്ക് ചെന്നത് എന്താണ്? അവിടെ ചൊറിച്ചിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ തിരിച്ചറിഞ്ഞത് എന്താണ്? ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ബോധം എന്ന് പറയുന്നത്. ഇനി ബോധത്തിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, ഒരുപാട് പരപ്പുണ്ട്. ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. തൽക്കാലത്തേക്ക് ബോധം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ബോധം എന്ന് പറയുന്ന ആ ഒന്ന്, ഇത് നമ്മൾ എടുത്തുപയോഗിക്കുന്ന രീതിയിലാകുന്ന സമയത്താണ് അപബോധം എന്ന് പറയുന്നത്. ഈ ശിക്ഷിതാവബോധം എന്ന് പറഞ്ഞത്, സഹജാവബോധം എന്ന് പറയുന്നത്, ധാരണാവബോധം എന്ന് പറയുന്നതൊക്കെ തന്നെ ബോധത്തിന്റെ ഒരു ആവിഷ്കാരം. ഈ ബോധമാണ് പൊരുത്തമാകുന്നത്. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്തെ കല്ലിനനുസരിച്ച് അല്ലെങ്കിൽ മുറ്റത്തെ കുഴിക്കനുസരിച്ച് എന്റെ ബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എന്റെ അറിവായി മാറുന്നത്, എന്റെ അവബോധമായി മാറുന്നത്. ഈ അവബോധമാണ് ഞാൻ ആർജിക്കേണ്ടത്, അല്ലെ? ഈ അവബോധമാണ് ഞാൻ ആർജിക്കേണ്ടത്. ഞാൻ എന്റെ ഈ പരിസ്ഥിതിയിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് എന്റെ പരിസരവുമായി ഞാൻ പൊരുത്തപ്പെടാൻ കഴിയുമ്പോൾ മാത്രമാണ് എനിക്ക് ഈസി ആയിട്ട് മുൻപോട്ട് പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുൾക്കാടിന്റെ അകത്തൂടെ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ എന്റെ ശരീരം മുഴുവൻ ഈ മുള്ളുകൾ കൊണ്ട് വരയപ്പെടും. അവിടെയെല്ലാം നോവും, അവിടെയെല്ലാം ചോര പൊടിയും. ഇത് പൊടിയാതിരിക്കണമെങ്കിൽ മുള്ളില്ലാത്ത വഴിയിലൂടെ ഞാൻ പോകണം, അല്ലെങ്കിൽ മുള്ളിനിടയിലൂടെ എങ്ങും തട്ടിക്കാതെ മുട്ടിക്കാതെ പോകുവാനുള്ള വഴക്കം എന്നിൽ ഉണ്ടാകും. അങ്ങനെ വഴക്കം ഉണ്ടാകുമ്പോഴാണ് എനിക്ക് പരിസരവുമായി പൊരുത്തമാകാൻ കഴിയുന്നത്. ഈ പരിസരവുമായി പൊരുത്തമാകാനുള്ള ആ ശേഷിയാണ്, പൊരുത്തമാണ് അറിവെന്ന് പറയുന്നത്. അതിനെയാണ് ജ്ഞാനം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ വിളിക്കുക. അപ്പൊ പൊതു സംസാര ഭാഷയിൽ നമ്മൾ അതിനെ അറിവെന്ന് പറയും. ഈ അറിവിനെയാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുക്കുന്നത്. ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് സഹജമായുള്ള എന്തെങ്കിലും കിട്ടുമോ? കിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവത്തെ ആധാരമാക്കിയുള്ള ശീലനം കിട്ടുമോ? പരിശീലനം കിട്ടുമോ ഗൂഗിളിൽ നിന്ന്?
നിങ്ങളുടെ ശരീരത്തിന് വഴക്കമുണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു പരിശീലനം കിട്ടും. കുറെ നേരം ഗൂഗിളിൽ നോക്കിയിരിക്കുന്ന ഒരു ശീലം മാത്രം കിട്ടും, വേറൊരു ശീലം കിട്ടൂല. എന്നാൽ കുറെ പ്രാവശ്യം നിങ്ങൾ ഗൂഗിളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് തേടി പോവുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ കുറെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ ജനിപ്പിക്കാൻ ഗൂഗിളിന് കഴിയും. അപ്പോ സഹജാവബോധമോ ശിക്ഷിതാവബോധമോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ കുറെ പ്രാവശ്യം നിങ്ങൾ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത്, ഒരു അന്വേഷണത്തിലൂടെ പോകുന്ന സമയത്ത്, ഗൂഗിളിലുള്ള അന്വേഷണത്തിലൂടെ പോകുന്ന സമയത്ത് ആ അന്വേഷണാർത്ഥം നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതി വിവരങ്ങളെ നിങ്ങൾ ഭാവന ചെയ്ത് അത് സത്യമാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളിൽ സൂക്ഷിക്കാൻ ധാരണാവബോധത്തിന് കഴിയും. നിങ്ങളിലൊരു വിശ്വാസം സൃഷ്ടിക്കാൻ കഴിയും. ഈ വിശ്വാസത്തിന് യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടാവില്ല. കാരണം യാഥാർത്ഥ്യമാണെങ്കിൽ അത് നിങ്ങളുടെ സഹജ ബോധവുമായിട്ട് ചേർന്ന് പോകേണ്ടതാണ്. അമ്മയുടെ മാറിടം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കീറിയ വായിടം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇവ തമ്മിൽ പൊരുത്തമാകാൻ പാകത്തിലാണ് പ്രകൃതിയുടെ നിർമ്മിതി. പ്രകൃതി അതിനെ എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അങ്ങനെയാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഒരു ഭക്ഷണം വന്നു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തെ എടുക്കാൻ പാകത്തിലാണ് എന്റെ ശരീരത്തിന്റെ ഘടനയെങ്കിൽ മാത്രമാണ് എനിക്ക് എടുക്കാൻ കഴിയും. ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ ഇങ്ങനെ ഒരു വായിലെ കീറോ വല്ലതും ഉണ്ടാവുന്നുണ്ട്, ശിക്ഷണം ഉണ്ടാകുന്നു ഇല്ല. അപ്പോ അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു വിശ്വാസമാണ്, ധാരണയാണ്. ധാരണ എന്നുള്ളതിന് സത്യവുമായിട്ട് ചേർന്ന് പോകണം എന്നുള്ള യാതൊരു നിർബന്ധവും. അപ്പോ നമുക്ക് കിട്ടുന്ന സ്ഥിതി വിവരം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ആവശ്യമില്ല. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തമാകണം എന്നുള്ളതില്ല. ഗൂഗിളിൽ എന്ത് വേണേ പറയാം. ഗൂഗിളിനെ ഉണ്ടാക്കിയ, ഗൂഗിളിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ തേടുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെ വേണമെങ്കിലും അവരുടെ സൗകര്യാർത്ഥം മാറ്റിയും മറിച്ചും ഒക്കെ തരാം. കൃത്യമായിട്ട് അതിന് ചില മസ്തിഷ്കങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡേറ്റയാണ് ഗൂഗിളിൽ തരിക. നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ നിങ്ങളെ നടത്തിക്കൊണ്ടു പോകുന്നതാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് അറിവെങ്കിൽ ആ ഇൻഫർമേഷൻ എന്നുള്ളത് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത് ശരിയായിക്കൊള്ളണമെന്നുണ്ടോ? ശരിയായിട്ടുള്ളതാണെങ്കിൽ അതിനൊരു യൂണിവേഴ്സൽ കോമ്പാറ്റിബിലിറ്റി, ഒരു സാർവലൗകികമായിട്ടുള്ള പൊരുത്തം ആകാനുള്ള ശേഷി ഉണ്ടാവും. കാരണം പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഘടന ചെയ്തിട്ടുള്ളത് ആ വിധമാണ്. ആ യൂണിവേഴ്സൽ കോമ്പാറ്റിബിലിറ്റി ഇല്ലെങ്കിൽ അത് വെറും അറിയൽ എന്നുള്ള പ്രക്രിയ മാത്രമാണ്. അറിയൽ എന്നുള്ള പ്രക്രിയയുടെ തുടക്കം ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ്. അങ്ങനെ കിട്ടിയ ഒരു കാര്യത്തെ നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ കഴിയും. ഇല്ലാത്ത ഒന്നിനെ കൽപ്പന ചെയ്തുണ്ടാക്കലാണ് ഭാവന. എന്താണ് ഭാവന എന്ന് പറയുന്നത്? മൂർത്തരൂപങ്ങളില്ലാതെ ഒരു കാര്യത്തെ സങ്കല്പിക്കുകയും സങ്കല്പിക്കുന്നതിനെ മൂർത്തവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മറ്റു ജീവികളെ സംബന്ധിച്ച് ഒരു കാക്ക കൂട് കെട്ടുന്നു, അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും. വേറൊരു കാക്ക മറ്റൊരിടത്ത് കൂട് കെട്ടുന്നു, ഇതേപോലെ ഒരു ഷേപ്പ് ആയിരിക്കും. ആ മെറ്റീരിയലിൽ മാത്രം ചിലപ്പോൾ അവിടുന്ന് അവൈലബിലിറ്റിയിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഇതേ ഷേപ്പ് ആയിരിക്കും മറ്റേ കാക്കക്കൂടിന്. ഞാനൊരു വീട് കെട്ടുന്നു, ഞാൻ വീണ്ടും ഒരു വീട് കെട്ടുന്നു. ഈ വീടും ആ വീടും തമ്മിൽ ഒരു പൊരുത്തവും ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. കാരണം എന്താ? ഈ വീടിന്റെ ഡിസൈൻ എന്നുള്ളത് എന്റെ മസ്തിഷ്കത്തിലെ ഭാവനയിൽ നിന്നും ഉണ്ടായതാണ്. കാക്കയിൽ അങ്ങനെയല്ല, സഹജാവബോധത്താൽ വന്നതാണ്. അപ്പോ സഹജമായ ജ്ഞാനമാണ് കാക്കയിൽ പ്രവർത്തിച്ചതെങ്കിൽ ഞാൻ ശിക്ഷണം കൊണ്ട് നേടിയത് പോലുമല്ല, എന്റെ ഭാവനയിൽ നേടിയതാണ് എന്റെ വീടിന്റെ നിർമ്മിതിയുടെ രൂപകൽപ്പന എന്ന് പറയുന്നത്. അപ്പോ ഞാൻ അറിയുന്ന അറിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ എന്റെ ചുറ്റുപാടിൽ നിന്നും നേടുന്ന അറിവെന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. വെളിയിൽ നിന്നും നേടുന്ന അറിവ് യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. സഹജമായ ജ്ഞാനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതായിരിക്കും, നീതി പുലർത്തുന്നതേ ആകൂ. പക്ഷെ അതിനെ ഉപയോഗിക്കാനുള്ള ശേഷി നമ്മൾ ആ അമ്മയുടെ പാലുകൂടി നിൽക്കുന്നതോടുകൂടി തന്നെ നമ്മളെല്ലാം വിട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ 5 തലങ്ങളിലെ 3ാമത്തെ തലത്തിലെ വിശ്വാസ വ്യവസ്ഥയുടെ ലോകത്താണ്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർ, ഭൗതികമായതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ, ആത്മീയമായതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ, ഒരുപാട് വിശ്വാസങ്ങളാണ് നമ്മുടെ മുമ്പിൽ. അപ്പോ വിശ്വാസങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്നു. വിശ്വാസം എന്നുള്ളത് ഞാൻ പറഞ്ഞ 5 തലങ്ങളിലെ 3ാമത്തെ തലമാണ്. ഈ വിശ്വസിക്കാൻ കാരണമായത് ആവർത്തിച്ച് എന്റെ ഉള്ളിലുണ്ടായ ഭാവനയും ഈ ഭാവനയെ ഉദ്ദീപിപ്പിക്കാൻ ആവർത്തിച്ച് എന്നിലേക്ക് വന്ന സ്ഥിതി വിവരങ്ങളുമാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു ആ സ്ഥിതി വിവരമാണ് അറിവെന്ന്. ഇത്
നമ്മുടെ ധാരണയ്ക്കുണ്ടായ, നമ്മുടെ ഭാവനയ്ക്കുണ്ടായ ആ ഒരു വെർച്വൽ ആയിട്ട് തോന്നൽ കൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. ഇത് സത്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്. അറിവെന്ന് പറയുന്നത് പൊരുത്തമാണ്, പൊരുത്തപ്പെടാനുള്ള ശേഷി. നാം നമ്മുടെ പരിസരത്തോട്, പരിസരം എന്ന് പറയുമ്പോൾ അതൊരു വസ്തുവാകാം, വസ്തുതയാകാം, സംഭവമാകാം, സ്ഥലമാകാം, കാലമാകാം, രൂപമാകാം, ഭാവമാകാം, ഭവമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതുമായി നമുക്ക് പൊരുത്തപ്പെടാനാകുന്നുവെങ്കിൽ ആ പൊരുത്തപ്പെടലിന്റെ ശേഷിയാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു കസേരയിൽ നമ്മൾ ഇരിക്കുകയാണ്. കസേരയിൽ ഇരിക്കണമെങ്കിൽ 4 എന്നുള്ള ഷേപ്പിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റണം. നടുവിന് ചെറിയ പ്രശ്നം പറ്റിയിട്ടുള്ള, ക്ഷതം പറ്റിയിട്ടുള്ള ഒരാള്, അല്ലെങ്കിലോ ജീവിതത്തിലെ വലിയ ടെൻസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ പോയിട്ട് മറ്റേ സ്പോണ്ടിലോസിസ് ഒക്കെ വന്നിട്ട് ആകെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരാള്, അയാൾക്ക് കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വരാം, അല്ലെ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ഈ വഴക്കമില്ലായ്ക വന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റിയത്. ഒരു പശുവിന് കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. കാരണം പശുവിന്റെ ശരീരഘടന കസേരയ്ക്ക് അനുസരിച്ച് അനുരൂപപ്പെടാൻ പാകത്തിലല്ല. പശുവിന് കസേരയ്ക്കനുസരിച്ച് വഴങ്ങാൻ കഴിയില്ല. എന്റെ ശരീരത്തിന് കസേരയ്ക്കനുസരിച്ച് വഴങ്ങാൻ കഴിയും. അപ്പോ എന്റെ വഴക്കം എങ്ങനെയാണുള്ളത്, എന്റെ വഴക്കം എത്രത്തോളമാണുള്ളത്, അതിനനുസരിച്ചാണ് ഞാൻ എന്റെ പരിസരത്തോട് പൊരുത്തമാവുന്നത്. അപ്പോ എനിക്ക് വഴങ്ങാനുള്ള ശേഷി എന്ന് പറയുന്നത് എനിക്കുള്ള ശേഷി പശുവിനില്ല, പശുവിനുള്ള ശേഷി പക്ഷിക്കില്ല. ഓരോരുത്തർക്കും ഓരോ തരം ശേഷികളാണ്. ശേഷിക്കനുസരിച്ചാണ് അനുരൂപപ്പെടാനുള്ള കഴിവ് വരുന്നത്. അനുരൂപനം സാധിക്കുന്നത് ശേഷിക്കനുസരിച്ചാണ്. അപ്പോ അനുരൂപപ്പെടുന്നവരുടെ കയ്യിലേക്ക് കസേര കൊടുത്തിട്ട് കാര്യമുള്ളൂ. പട്ടിക്ക് ഞാൻ കസേര കൊടുത്തിട്ട് കാര്യമില്ല. പട്ടി കസേര കയറിയിരിക്കുന്ന വേറൊരു രൂപത്തിലായിരിക്കും. ഈ 4 എന്നുള്ള ഷേപ്പിൽ ഇങ്ങനെ ചാരി ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ പട്ടിക്ക് ഉണ്ടാവില്ല. പട്ടിക്ക് ഇത് കിട്ടിയാൽ പട്ടി വേറൊരു രൂപത്തിൽ ഇത് ഉപയോഗിക്കും. പട്ടിയുടെ ഇതിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ട് അത് വട്ടം ചുറ്റി അതിനകത്ത് കയറി ഇരുന്നു എന്ന് വരും. ഒരു പക്ഷി അതിന്റെ മുകളിൽ കയറി ഇരുന്നതിൽ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം എന്റെ ശരീര രൂപത്തിനനുസരിച്ചാണ് ഈ കസേരയുടെ നിർമ്മിതി. കസേരയുടെ രൂപത്തിനനുസരിച്ച് വഴങ്ങാൻ എനിക്ക് കഴിയും. അപ്പോ പരിസരവുമായി പൊരുത്തപ്പെടാനുള്ള എന്നിലെ ശേഷിയാണ് എന്റെ യോഗ്യത. പരിസരവുമായി പൊരുത്തപ്പെടുക എന്നുള്ള ആ ഒരു അവസ്ഥയാണ് ജ്ഞാനം, അറിവ് എന്ന് പറഞ്ഞു. ആ അറിവിനെ സ്വീകരിക്കാൻ പാകത്തിൽ എന്നിലുള്ള ഒരു വഴക്കമുണ്ട്. ആ വഴക്കമാണ് എന്റെ യോഗ്യത. ഇത് ഞാൻ ഏറ്റവും ലളിതമായ ഉദാഹരണങ്ങൾ കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. നമ്മൾ അറിവിന്റെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരുകുലങ്ങളിലൊക്കെ കൂടെ അറിവ് പകർന്ന ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗുരുകുലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നത്? ഗുരുകുലങ്ങളിൽ നമ്മളിത് പകർന്നു കൊടുക്കണം എങ്ങനെയാ വെച്ചാൽ, ഒരു ശിഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ ശിഷ്യനെ പല 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 കാര്യങ്ങളിലൂടെ കടത്തിവിടും. അങ്ങനെ 10ഉം 15ഉം വർഷങ്ങൾ ഇങ്ങനെ ഗുരുവിന്റെ കൂടെ ജീവിച്ച് ഗുരു പറയുന്നത് എന്താണെന്നതിനനുസരിച്ച് പൊരുത്തമാകാൻ ആ ശിഷ്യനെ പക്വപ്പെടുത്തി പാകപ്പെടുത്തി ഗുരുവിന്റെ ഭാഷ, ഗുരു ഉദ്ദേശിക്കുന്ന സ്ഥലകാലങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാമായിട്ട് പൊരുത്തപ്പെടാൻ പാകത്തിൽ ആ ശിഷ്യനായി തീർന്നതിന് ശേഷം ആ ശിഷ്യനിൽ എവിടെയൊക്കെയാണ് കുറവുകൾ, എവിടെയൊക്കെയാണ് കൂടുതലുകൾ, എവിടെയൊക്കെയാണ് മുനമ്പുകൾ എന്നുള്ളതെല്ലാം ഗുരു അറിഞ്ഞതിന് ശേഷം അയാൾക്ക് എന്ത് ശേഷിയുണ്ട് എന്ന് കൃത്യമായി ഗുരുവിന് ബോധ്യമായതിനു ശേഷം അയാൾക്ക് എന്താണ് ഇനി വേണ്ടത് എന്നതും ബോധ്യമായതിനു ശേഷം ഗുരു അയാൾക്ക് ചിലത് കൊടുക്കും. അതായത് ആ ശിഷ്യന് വേണ്ടതായിരിക്കും. ശിഷ്യന്റെ യോഗ്യത എന്താണോ ആ യോഗ്യതയ്ക്കനുസരിച്ചാണ് ഗുരു അത് നൽകുന്നത്. യോഗ്യത എന്നുള്ളത് എന്താണ്? അയാളിലെ വഴക്കം. എന്തു വഴക്കം? പലതരം വഴക്കങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ സഹജാവബോധത്തെ നമുക്ക് തിരുത്താൻ കഴിയില്ല. ശിക്ഷണം കൊണ്ടുണ്ടാകേണ്ടുന്ന വഴക്കം. ഒരുപാട് ഇന്റലിജൻസസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇപ്പോ താളബോധം എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇന്റലിജൻസ് ആണ്. കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള എന്റെ ചുറ്റിലും ഒരു ചെറിയ ചലനം നടക്കുന്നു. ആ ചലനത്തിനനുസരിച്ച് എന്റെ ചലനത്തെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ ചലനത്തോട് പൊരുത്തമായി എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുക. ഇപ്പൊ വള്ളം കളി നടക്കുന്നു. ആ വള്ളംകളി നടക്കുന്ന സമയത്ത് വള്ളം കളിയിലെ ഓരോരുത്തരും ഒരുപോലെ തന്നെ തുഴയുമ്പോഴാണ് ആ വള്ളത്തിന് പൂർണ്ണമായിട്ടുള്ള മൊമെന്റം ആർജിക്കാൻ കഴിയുക. ഓരോരുത്തരും ഓരോ രൂപത്തിലാണ് തുഴയുന്നതെങ്കിൽ, ഓരോ രീതിയിൽ, ഓരോ ശൈലിയിൽ, ഓരോ താളത്തിലാണ് തുഴയുന്നതെങ്കിൽ വള്ളത്തിന് അതിന്റെ ഫുൾ മൊമെന്റത്തിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോ ആ താളത്തിൽ, ആ പൊതുവായ താളത്തിലേക്ക് എത്താൻ
വള്ളത്തിനകത്തെ ഓരോ തുഴക്കാരനും കഴിയുമ്പോഴാണ് വള്ളത്തിന് ആ ശേഷി ആർജിക്കാൻ കഴിയുക. എന്റെ ശരീരത്തിന് ഒരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ശരീരത്തിന് പൊതുവായ ഒരു താളമുണ്ട്. ആ താളത്തിലേക്ക് എത്താൻ എന്റെ ശരീര അവയവങ്ങൾക്ക് കഴിയുമ്പോഴാണ്, ഈ അവയവങ്ങളുടെ താളത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്റെ കലകളിലെ താളത്തിന് കഴിയുമ്പോഴാണ്, കലകളുടെ മൊത്തം താളത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്റെ കോശങ്ങളുടെ താളങ്ങൾക്ക് കഴിയുമ്പോഴാണ് എന്റെ പ്രവർത്തനം അതിന്റെ ഫുൾ മൊമെന്റത്തിലേക്ക് എത്തിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഞാൻ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശേഷിയുള്ളതായി മാറും. അപ്പൊ ഞാനൊരു കാര്യത്തെ അറിയുന്നു എന്നുണ്ടെങ്കിൽ, അറിയണമെങ്കിൽ തന്നെ എന്റെ അകത്തും ഈ ഞാൻ അറിയുന്ന കാര്യത്തിന്റെ ലോകത്തുമുള്ള താളങ്ങളുമായിട്ട് പൊരുത്തമാകണം. ഈ താളവുമായിട്ട് പൊരുത്തമാകാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലോ, അതുമായി പൊരുത്തമാകാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിലോ, ഞാനൊരു കുട്ടിയോട് റോക്കറ്റ് സയൻസിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. റോക്കറ്റ് സയൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ചില സങ്കേതങ്ങളുണ്ട്, സാങ്കേതിക പദങ്ങളുണ്ട്, അതിനെ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. ഈ രീതിയെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളോട് ഞാൻ റോക്കറ്റ് സയൻസിനെ കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ് ബോധ്യമാവുന്നത്? നമുക്ക് ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും റോക്കറ്റ് സയൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ റോക്കറ്റ് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യുന്നത്, അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജി എന്താണെന്ന് നമ്മൾ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും. എനിക്കത് കിട്ടിയിട്ട് എന്താണ് പ്രയോജനം? കാരണം എനിക്കത് മനസ്സിലാവില്ല. കാരണം അതുമായി പൊരുത്തപ്പെടാൻ പാകത്തിലുള്ള ഒരു വഴക്കം ജന്മസിദ്ധമായി എനിക്കില്ല. ശിക്ഷണം കൊണ്ട് ഞാൻ നേടിയിട്ടുണ്ടോ? ഇല്ല. ധാരണ കൊണ്ട് ഞാൻ നേടിയിട്ടുണ്ടോ? അല്പസ്വല്പം ഒക്കെ. എന്നാലും ഞാൻ എന്റെ ഭാവനയിലൂടെ ഇങ്ങനെയാണ് എന്നുള്ള നമ്മളെ കുട്ടികളൊക്കെ ഈ മറ്റേ മൊബൈലും യൂട്യൂബും ഒക്കെ കണ്ടിട്ട് ലോക ശാസ്ത്രത്തെ കുറിച്ചും ലോക സാങ്കേതിക വിദ്യയെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഈ പഠിക്കുമ്പോഴൊക്കെ അവർക്ക് കിട്ടുന്നത് എന്താണ്? സ്ഥിതി വിവരങ്ങളാണ്. യഥാർത്ഥത്തിൽ അത് അവരുടെ ജ്ഞാനമായി മാറുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മളൊരു ഒരാളോട്, ഒരു വളരെ വിജ്ഞനായിട്ടുള്ള ഒരാളോട് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അറിയില്ല എന്ന് പറയില്ല. കാരണം അയാൾ ഒരു വിജ്ഞാനിയാണ്. ആ വിജ്ഞാനിയായിരിക്കുന്ന ഒരാൾ നിങ്ങളിലേക്ക് കുറെ കാര്യങ്ങൾ പകർന്നു തരുന്നത് എന്താണ് അയാൾ പകർന്നു തരുന്നത്? കുറെ ഡേറ്റയാണ് പകർന്നു തരുന്നത്. ഈ ഡേറ്റയെ കുറിച്ചുള്ള അയാളുടെ ശരിയായ ബോധ്യത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു പോയാൽ ഇയാൾ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ശരീരശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു. ശരീരശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞാൽ അയാളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അയാൾ ആർജിച്ച സ്ഥിതി വിവരങ്ങളെയാണ് അയാൾ വിളമ്പുന്നത്. ഒരു നല്ല വൈദ്യൻ ആണെങ്കിലും അയാളുടെ രോഗിയെ ഒന്ന് സ്പർശിച്ചോ, കണ്ടോ, ദർശിച്ചോ, സാമീപ്യത്തിൽ നിന്നോ, ഗന്ധം അനുഭവപ്പെട്ടോ രോഗിയുടെ ശരീര വിവരങ്ങളെ മനസ്സിലാക്കാൻ ഇയാൾക്ക് കഴിയും. കാരണം ഇയാൾ രോഗി എന്നുള്ള ആ വസ്തുതയുമായി, യാഥാർത്ഥ്യവുമായി പൊരുത്തമായി ആണ് വൈദ്യനായത്. ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും അയാളുടെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്നത് എന്താണോ ഇതറിയാൻ ശേഷിയുള്ളവനാണ് വൈദ്യൻ. ഇത് അയാളുടെ ജീവിതം കൊണ്ടുണ്ടായ പരിചയമാണ്, ശിക്ഷണം കൊണ്ടുണ്ടായ, ധാരണ കൊണ്ടുണ്ടായ, ഭാവന കൊണ്ടായി. ശിക്ഷണത്തിന്റെ മുകളിൽ ഇതെല്ലാം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആ ശിക്ഷണം കൈക്കൊള്ളാൻ പാകത്തിലുള്ള സഹജാവബോധം അയാളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അയാൾക്ക് അതെല്ലാം കഴിഞ്ഞത്. എൻട്രൻസ് എഴുതി പാസ്സായി പഠിച്ച് പുസ്തകം വായിച്ച് ഡോക്ടറായ ഒരാൾക്ക് ഇത് അറിയാൻ കഴിയില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഇതൊക്കെ അറിയാൻ ശേഷിയുണ്ടെന്ന് അയാൾ വിശ്വസിക്കുന്ന ചില യന്ത്രങ്ങളുടെയും സാങ്കേതിക പരീക്ഷണശാലയിലേക്ക് അയക്കും. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ സ്ഥിതിവിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും ഇതാണ് സത്യം. നമുക്ക് അറിയാൻ കഴിയുക എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തെ നമ്മൾ എന്തിനെ അറിയുന്നു? ഇപ്പോ ഭഗവാനെ അറിയുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തെ അറിയുന്നു, അല്ലെങ്കിൽ പ്രകൃതിയെ അറിയുന്നു, അല്ലെങ്കിൽ ശരീരത്തെ അറിയുന്നു, ആരോഗ്യത്തെ അറിയുന്നു, കാമുകിയെ അറിയുന്നു, ലൈംഗികതയെ അറിയുന്നു, പണത്തെ അറിയുന്നു, ബന്ധങ്ങളെ അറിയുന്നു, സംഗീതത്തെ അറിയുന്നു, സൗന്ദര്യത്തെ അറിയുന്നു, എന്തിനെ അറിയുകയാണെങ്കിലും ശരി, ആ അറിവെന്ന് പറയുന്ന ആ ഒന്ന് പൊരുത്തമാകലാണ് അറിവ്. ആ പൊരുത്തമാകാനുള്ള സ്ഥിതിവിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ആ സ്ഥിതിവിവരം മുന്നിലേക്ക് എത്തുമ്പോൾ ആ സ്ഥിതിവിവരം കൈക്കൊള്ളാൻ പാകത്തിലുള്ള വഴക്കം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടാൻ പറ്റും. വഴക്കമില്ലെങ്കിൽ ബോധ്യപ്പെടുന്നു എന്ന തോന്നൽ എന്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ആവർത്തിച്ചുള്ള അന്വേഷണം സഹായിക്കും. ഞാൻ 100 തവണ യൂട്യൂബില് അല്ലെങ്കിൽ ഗൂഗിളില് ഒരു കാര്യത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടും. ഇതൊരിക്കലും യാഥാർത്ഥ്യമാവുകയുമില്ല, അതുമായി പൊരുത്തപ്പെടാൻ എനിക്കൊട്ട് കഴിയുകയുമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാനത് അറിഞ്ഞു. അതുകൊണ്ടാണ് പഴയ കാലത്ത് ഗുരുക്കന്മാര് ഒരു ശിഷ്യനെ കൈ കിട്ടിയാൽ 10ഉം 20ഉം വർഷം കൂടെ ജീവിപ്പിച്ച് അവനെ പൊരുത്തമാകാൻ പ്രാപ്തനാക്കിയിട്ട്
അവനെ വഴക്കപ്പെടുത്തിയിട്ട് അവന്റെ വഴക്കം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യങ്ങൾ നൽകുന്നത്. അതല്ലാത്തൊരുത്തന് നൽകിയാൽ അവനത് കിട്ടില്ല. ചിലപ്പോ ഈ ചില വിശ്വാസങ്ങൾ ചിലപ്പോൾ അയാൾക്ക് കിട്ടിയെന്ന് വരും. ആ കിട്ടിയത് അവൻ ഉപയോഗിക്കാനുള്ള ധാർമ്മിക ബോധമില്ലെങ്കിലോ, ശരിയാം വിധം അതിനെ ഉൾക്കൊള്ളാനുള്ള, ഇപ്പോ ഒരു വാള്, ആ വാളെന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ നമ്മൾ കൊടുക്കില്ല. കാരണം വാളിനെ ഉപയോഗിക്കാനുള്ള പാകം, മനോപാകം, പക്വത എന്നുള്ളത് ആ കുഞ്ഞിന് വന്നിട്ടില്ല. ആ കുഞ്ഞതെടുത്ത് വീശിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പൊട്ടും, എവിടെയൊക്കെ തട്ടും നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളത് കൊടുക്കില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്ത് ആർക്കും എന്തും ആക്സസ് ചെയ്യാം. ആ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ നിന്നും ഇത്തരം ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു അറിവാണ്. ഇപ്പോ നമ്മൾ ചില ആളുകളോട് എന്തിനെ കുറിച്ച് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെയൊക്കെയുള്ള കുട്ടികളോടൊക്കെ നമ്മൾ എന്ത് ചോദിച്ചാലും അവരപ്പം മറുപടി പറയും. കാരണം വെച്ചാൽ ഗൂഗിൾ വഴി അവർ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ശരീരത്തെക്കുറിച്ച്, അവരുടെ മനസ്സിനെ കുറിച്ച്, അവരുടെ പരിസ്ഥിതിയെക്കുറിച്ച്, അവരുടെ വികാരങ്ങളെക്കുറിച്ച്, അവരും അവരുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്നതിനെ കുറിച്ച്, ജീവിതത്തെ ശുഭകരമായി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ല. കാരണം ഇവർ പഠിച്ചത്, ഇവർ അറിഞ്ഞത്, ഇവർ അറിവെന്ന് കരുതി ആർജിച്ചതെല്ലാം തന്നെ ഗൂഗിൾ നൽകുന്ന സ്ഥിതി വിവരങ്ങളാണ്, അല്ലെങ്കിൽ ആരെങ്കിലും നൽകുന്ന സ്ഥിതി വിവരങ്ങളാണ്. ഇതൊന്നും തന്നെ ഇവന്റെ സഹജാവബോധവുമായിട്ടോ ഇവന്റെ ശിക്ഷിതാവബോധവുമായിട്ടോ നേരിട്ട് ഇടപഴകുന്ന, ഇഴുകുന്ന, അനുരൂപനത്തിലാകുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ആ അനുരൂപനത്തോട്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണോ ആ യാഥാർത്ഥ്യത്തോട് അനുരൂപപ്പെടാനുള്ള ഫാക്കൽറ്റി, ഇന്റേണൽ ഫാക്കൽറ്റി, അല്ലെങ്കിൽ ആന്തരിക ശേഷി ഇയാൾക്കില്ല. ഇത് രണ്ടുമല്ലയോ? ഇനി മൂന്നാമതൊരു പോസിബിലിറ്റി കൂടെ പറയാം. ഇത് കൃത്യമായിട്ട് ഇടപഴകാനുള്ള, ഇവയുമായിട്ട് ചേർന്ന് പോകുവാനുള്ള, അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാനുള്ള വേദിയിൽ ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് ജ്ഞാനം സിദ്ധിക്കാൻ കഴിയുന്നത്? ഇതാണ് പഴയ ഗുരുകുലങ്ങളിലെ ഗുരുക്കന്മാര് അവർക്ക് അതിനുള്ള വേദി ഉണ്ടാക്കി, അതിനുള്ള വഴക്കമുണ്ടാക്കി, ആ വഴക്കത്തിനനുസരിച്ചുള്ള തഴക്കമുണ്ടാക്കി അവനെ പാകപ്പെടുത്തിയെടുക്കും. എന്നിട്ടും അവൻ യോഗ്യനാണെന്ന് സ്വയം ബോധ്യമായാൽ മാത്രമേ ഗുരു ഒരു സന്ദേശം അവന് കൊടുക്കുകയുള്ളൂ, അല്ലാതെ അവൻ കൊടുക്കില്ല. അപ്പോ ഒരു വ്യക്തി നല്ല മധുരതരമായിട്ടൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരു സന്ദേശം ഞാൻ കാണാനിടയാണ്. അതാണ് എനിക്ക് ഇന്ന് ഈ വിഷയത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം. അതായത് മർമ്മവിദ്യ പഠിക്കുമ്പോൾ ഗുരുക്കന്മാര് മുഴുവൻ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കില്ല അത്ര. എന്തുകൊണ്ടാണ്? ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശിഷ്യന് കൃത്യമായി സ്വീകരിക്കാനും അതിന്റെ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാനുള്ള പാകം വന്നു എന്ന് ബോധ്യമായാൽ മാത്രമേ ഇത് പകർന്നു കൊടുക്കാവൂ എന്നാണ് ഗുരുമതം. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും പകർന്നു കൊടുക്കാറില്ല എന്ന ഒരു ചിന്ത ചർച്ച പുറത്ത് കണ്ടു. അതിന്റെ ഭാഗമായിട്ട് തുടർന്ന് വന്ന ഒരു ചിന്താ വഴിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പോ കോഗ്നീഷൻ, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് കോഗ്നീഷൻ, അറിയൽ എന്നുള്ള പ്രോസസ്സിൽ യോഗ്യത എന്നൊരു കാര്യം വളരെ അടിവരയിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അത് ജന്മസിദ്ധമായ ഒരു യോഗ്യതയാണ്. അതല്ലാതെ സൃഷ്ടിസിദ്ധമായിട്ട്, ജന്മസിദ്ധം എന്ന് പറയുമ്പോൾ ജനിച്ചപ്പോൾ കിട്ടും. സൃഷ്ടിസിദ്ധം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എന്നുള്ളൊരു ജീവി ഉണ്ടായിട്ടുള്ളത് ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, പ്രകൃതിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, ഭൂമിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കുക, പറഞ്ഞുതരാം. കാരണം അതിന് സിസ്റ്റംസ് ലോ അനുസരിച്ച് എങ്ങനെയാണ് നെസ്റ്റഡ് ഹൈറാർക്കി എന്നുള്ളത് തിരിച്ചറിയണം. പ്രപഞ്ചത്തിനകത്ത് കൂടുകളായി ഇത് എങ്ങനെയാണ് വിന്യസിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. പ്രകൃതിയെ കൃത്യമായി അതിന്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിനാണ് ഞാൻ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവുള്ളൂ. എന്റെ ആവശ്യത്തിനനുസരിച്ചാണ് എന്റെ കൈ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത് പോലെ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ആ ഞാൻ ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയുടെ ഒരു ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ആ പ്രകൃതിയുടെ ധർമ്മം നടപ്പിലാക്കാൻ പാകത്തിലുള്ള ഫാക്കൽറ്റി അല്ലെങ്കിൽ ശേഷിയായിരിക്കും എനിക്കുണ്ടാവുക. ഇതാണ് എന്റെ യോഗ്യത. ഇത് ഉപരിവ്യവസ്ഥയുടെ തീരുമാനമാണ്, ഉപരിവ്യവസ്ഥയുടെ ഡിസൈനാണ്. ആ ഡിസൈൻ അനുസരിച്ചാണ് എന്റെ യോഗ്യത. എന്നിട്ടോ ഞാൻ ജനിച്ചതിന് ശേഷം പല കാര്യങ്ങൾ ചെയ്ത് ഞാൻ കുറെ ശേഷി ആർജിക്കുന്നു. അങ്ങനെ കുറച്ച് ശേഷി ആർജിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പൊരുത്തമാകാൻ എനിക്ക് കഴിയും, കുറച്ചുകൂടെ. പക്ഷെ പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പോ പ്രകൃതിയുടെ നിയോഗമോ ഇല്ലാതെ ഞാൻ പൂർണ്ണമായും പൊരുത്തമാകാത്തപ്പോൾ ഞാൻ അതെന്തെന്ന് അറിയാൻ യോഗ്യനല്ല. ഏതൊരറിവ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നു? നിങ്ങളുടെ വഴക്കത്തിനനുസരിച്ച് ആണ് മനസ്സിലാവുക. അത് മാത്രമാണ്. നിങ്ങൾ ഇതുവരെ എന്താണോ കണ്ടുവച്ചിട്ടുള്ളത്, നിങ്ങൾ ഇതുവരെ എന്താണോ അറിഞ്ഞു വെച്ചിട്ടുള്ളത്, നിങ്ങൾ എന്താണോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അതിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്ന കുറച്ച് കാര്യങ്ങളെ ഇവിടെയുമായിട്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം പറ്റുന്നു, ആ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ബോധ്യമാകുന്നത്. പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാവില്ല.
നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഈ കാലം അത്രയും ജീവിച്ചത് കൊണ്ട് മനസ്സിലായതുമായിട്ട് പൊരുത്തമാകാതെ ഞാൻ നിൽക്കുന്ന, അതിനോട് നേർ എതിർദിശയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഉപരിവ്യവസ്ഥയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്, ഉപരിവ്യവസ്ഥയാണ് എന്റെ ധർമ്മത്തെ തീരുമാനിക്കുന്നത് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചതെന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ആശയമാണെന്നെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതിനോട് വിയോജിക്കും. നിങ്ങൾ യോജിച്ചാലും വിയോജിച്ചാലും നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടോ, ഇത് അനുഭവിക്കാനുള്ള പാകം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള വഴക്കമുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയൂ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവും. നിങ്ങളുടെ മുന്നിലെത്തുന്ന ഏതൊരു അറിവും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ അറിവിന്റെ ഉറവിടം, അറിവിന്റെ ധർമ്മം, അതുമായി പൊരുത്തമാകാനുള്ള ഒരു വഴി, ഒരു താളം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ താളം നിങ്ങൾക്കില്ലെങ്കിൽ അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്നർത്ഥം. ആ താളം നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് നിങ്ങൾ ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് ആർജിക്കാൻ പറ്റുന്നത്. അത് നിർമ്മിതിയിൽ ഉണ്ടാവണം, സൃഷ്ടിയിൽ ഉണ്ടാവണം, ജന്മസിദ്ധമായിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ശേഷി ആർജിക്കാൻ കഴിയൂ. അപ്പോ ഒരു കാര്യത്തെ അറിയാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന യോഗ്യതയല്ല, അത് പ്രകൃതി സൃഷ്ടിക്കുന്ന യോഗ്യതയാണ്. പ്രകൃതിയുടെ ആവശ്യത്തിന് വേണ്ടി പ്രകൃതി സൃഷ്ടിക്കുന്ന യോഗ്യതയാണ്. ആ യോഗ്യത ഉണ്ടെങ്കിൽ തന്നെയും അത് കാലങ്ങൾ കടന്ന് പല തട്ടലും മുട്ടലും കഴിഞ്ഞ് നമ്മുടെ മുനമ്പുകളെല്ലാം ഒടിഞ്ഞ് ആ ഒരു വഴിയിലേക്ക് ചെന്നെത്തുവാനുള്ള ഒരു വഴക്കത്തിലേക്ക്, ശീലനത്തിലേക്ക് ചെന്നെത്തണം. അങ്ങനെ എത്തുമ്പോൾ മാത്രമേ, അതിനുള്ള കാലം കാത്തിരിക്കുമ്പോൾ മാത്രമേ, അതിനുള്ള ക്ഷമ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ, അതിനെ ധാർമ്മികമായി ഉപയോഗിക്കാൻ പക്വമാകുമ്പോൾ മാത്രമേ നമ്മൾ ആ അറിവിനെ നേടുവാൻ യോഗ്യമാവുകയുള്ളൂ. ആ സമയത്താണ് യഥാർത്ഥ ഗുരുക്കന്മാര് നമുക്ക് വേണ്ടത് തരിക. ഗൂഗിൾ ഗുരുക്കന്മാര് നമുക്ക് തരുന്നത് അതല്ല. നിങ്ങൾ ആര് എന്ത് എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമല്ല. അവർക്കറിയാവുന്നത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ വിഷയമേ അല്ല. ആ സ്ഥിതി വിവരങ്ങളുടെ കൈമാറ്റത്തിലൂടെ നടക്കുന്ന ട്രേഡാണ് അവിടുത്തെ കാര്യം. അതിനെയാണ് നിങ്ങൾ അറിവെന്ന് വിചാരിക്കുന്നത്. അതല്ല അറിവ്. അറിവെന്ന് പറയുന്നത് അനുരൂപപ്പെടാനുള്ള ശേഷിയാണ്. നിങ്ങളിലുള്ള ശരിയായ സ്ഥായിയായ അനുരൂപനമാണ് നിങ്ങളുടെ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം നിങ്ങളിലുള്ളിൽ സിദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജന്മസിദ്ധമായ ഒരു വഴക്കമുണ്ടാകണം. ആ വഴക്കത്തിലൂടെ പലതവണ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്ന തഴക്കമുണ്ടാകണം. ഈ വഴക്കവും തഴക്കവും ഉണ്ടാക്കാൻ പാകത്തിലുള്ള താളം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമാണ് ആ അറിവിനെ അറിയാൻ നിങ്ങൾ യോഗ്യമാകും. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് അറിവ് കിട്ടില്ല. നിങ്ങൾ അറിഞ്ഞുവെന്ന് വിചാരിക്കുക മാത്രമാണ് ചെയ്യുക, നിങ്ങൾ അറിയുകയില്ല. ഈ അറിവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ അന്വേഷണങ്ങൾക്കുള്ള വഴി ഇട്ടുകൊണ്ട് ഞാൻ ഇവിടെ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.